സന്ധ്യയ്ക്ക് വിളക്കും കൊളുത്തി നാമം ജപിച്ച് വീട്ടിലിരിക്കുന്ന നേരത്തെ ഈ കുട്ടി ട്രൗസറും കുട്ടി കുപ്പായ കെട്ടിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോണത്? അല്ല എന്നോട് എന്താ അടുപ്പ് പുകയൂലേ? 3 നേരം പുറത്തുനിന്ന് ഫുഡ് മേടിക്കണ കാണാം, അതുകൊണ്ട് ചോദിച്ചാണ്. കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലേ? 1 മണിക്കൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ വന്നു പോണിങ്ങനെ കാണാം. നമ്മൾ പെണ്ണുങ്ങൾ വേണ്ടതൊക്കെ ശ്രദ്ധിക്കാൻ. മോളെ നല്ലതിനല്ല ആൻറ്റി പറയണത്. അല്ലെങ്കിൽ തൊന്തനും തൊള്ളനും വിളിച്ച് ഞാൻ പറയും. സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ അവനാൻ്റെ പെരക്കകത്തിരുന്ന അതിന്റെ കുറ്റി, അല്ലാണ്ട് ബാൽക്കണി കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് അതിങ്ങനെ കുത്തി പെറുക്കി അടിച്ചടി കളയലല്ല അവിടെ പണിക്ക് വരുന്ന പണിക്കാരികളുടെ പണി. മനസ്സിലായോ? താങ്ക് യു. ഇതെന്റെ കാറല്ലേ? അതൊക്കെ കാറൊന്ന് കഴുകി കൂടെ ചെക്കാം. ഈ ഫ്ലാറ്റിൽ ഇത്രയും കാറുണ്ടായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കാറിൽ ഇങ്ങനെ ചളി പിടിച്ച് കിടക്കുന്നുണ്ടോ? ബാച്ചിലേഴ്സിനോട് ആൻറ്റിക്ക് ഒരു കുഴപ്പമില്ല, ആൻറ്റിക്ക് ഇഷ്ടമാണ്. ആൻറ്റിക്ക് ഒരു മോനുണ്ട്, ബാച്ചിലറാണ്, ക്രോണിക് ബാച്ചിലർ. പക്ഷെ ബാച്ചിലേഴ്സിന് വീട് കൊടുത്താൽ ബാച്ചിലേഴ്സ് തന്നെ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെടക്കോഴികൾ വന്ന് പോണത് അതിവിടെ സമ്മതിക്കില്ല. 4 വരെ ഓൺലൈനിലല്ലേ മേടിക്കയ്യ്? ഒന്ന് പുറത്തിറങ്ങി കൂടെ മോനെ, എനിക്ക് എൻ്റെ കാലും കൈയൊന്നും അനങ്ങട്ടെ. ഇങ്ങനെ ഓൺലൈനിൽ സാധനങ്ങൾ മേടിച്ച് പൈസയൊക്കെ തീർന്നു. മുടി വേറെടുത്തിട്ട് അവനവൻ്റെ ബാസ്ക്കറ്റിൽ ഇടണം, അല്ലാണ്ട് ജനലിൽ കൂടെ കാറ്റിൽ പറത്തല്ല വേണ്ടത്. എന്നിട്ട് വേറെയുള്ള ആൾക്കാരുടെ വീട്ടിലേക്കാണ് അത് കയറി വരുന്നത്. അല്ലെങ്കിൽ തന്നെ ഇതിന് മാത്രം മുടി എവിടുന്ന ആണുങ്ങളൊക്കെ തലയിൽ? ആരും കാണുമ്പോൾ തലയിൽ മുടിയൊന്നും ഇല്ലല്ലോ. എൻ്റെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ എത്രങ്ങാനും ചെരുപ്പാണ് ഇങ്ങനെ വലിച്ചു വാരി കൂട്ടിയിട്ടിട്ടുള്ളത്. അത് നടുക്കി പെറുക്കി വെച്ചൂടണക്ക്. ഇങ്ങനെ വീടിന് മുമ്പ് തന്നെ ചെരുപ്പ് വലിച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അകത്തേക്ക് ഐശ്വര്യം വരില്ല. ചില പ്രത്യേക ഫ്ലാറ്റുകളിൽ നിന്ന് കച്ചറ കൂടുന്ന ശബ്ദം കേൾക്കാറുണ്ട്. മീൻ ചന്തയിനേക്കാൾ കച്ചറ, ടിവിന്റെ ശബ്ദം, അല്ലാത്തുള്ള ശബ്ദം. മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അന്തസ്സും ആഭിചാരവുമുള്ളൊരു അപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് മറക്കരുത്. ശബ്ദ മലിനീകരണം ഉണ്ടാക്കരുത്.